ഹായ് ഫ്രണ്ട്സ്, പവിത്രത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വർഷ ചോദിക്കുന്നുണ്ട്, അച്ഛന് ഗിഫ്റ്റൊന്നും കൊടുക്കാത്തതിലാണ് വേദയ്ക്ക് വിഷമമൊന്നും ചോദിക്കുമ്പോൾ അച്ഛൻ വേദന എടുത്ത് വന്നിട്ട് വേദന കെട്ടിപ്പിടിച്ചിട്ട് ഇവിടേക്കാളും വലിയ എന്ത് സമ്മാനമാണ് എനിക്ക് കിട്ടാനുള്ളത് ഇങ്ങനെ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. ഈ സമയത്ത് മുത്തശ്ശി പറയും, ശങ്കര ഞാൻ ദേ വരുന്നു എന്ന് പറഞ്ഞിട്ട് പൂജാമുറിയിലേക്ക് പോകുകയാണ്. പൂജാമുറിയിൽ ചെന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം അവിടെ പ്രസാദം വെച്ചിട്ടുണ്ടായിരുന്നു, അമ്പലത്തിൽ പോയിട്ട് പ്രസാദം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്തിട്ട് അച്ഛൻ്റെ കയ്യിൽ കൊണ്ടു കൊടുക്കുകയാണ്. എന്നിട്ട് അച്ഛനോട് പറയും, ദാ ഞാനും പത്മയും കൂടിയിട്ട് ഇന്ന് രാവിലെ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു, ദാ ഇത് തൊടാൻ പറഞ്ഞിട്ട് ഇങ്ങനെ പ്രസാദം തൊടിച്ചു കൊടുക്കുന്നുണ്ട്. വേദമോളും കൂടെ ഞാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എന്ന് പറയുന്നുണ്ട്. നീ തന്നെ ഇത് എല്ലാവർക്കും കൊടുക്കാൻ പറയും. അങ്ങനെ അച്ഛൻ എല്ലാവർക്കും പ്രസാദം കൊടുക്കുകയും എല്ലാവരും കാല് തൊട്ട് വന്ദിക്കുകയും ചെയ്യുന്നു. അപ്പോൾ വേദയാണെന്നുണ്ടെങ്കിലും അച്ഛൻ്റെ കാലൊക്കെ തൊട്ട് വന്ദിക്കുമ്പോൾ അച്ഛൻ പറയും, ദീർഘായുസോടെ ഇരിക്കട്ടെ എന്ന് പറയുമ്പോൾ ദീർഘസുമംഗലി ആയിരിക്കട്ടെ എന്ന് പറയും അച്ഛാന്ന് പറയും. അല്ല പിന്നെ മോളെ അത് എന്ന് പറയുമ്പോൾ അങ്ങനെ പറഞ്ഞാലും കുഴപ്പമില്ല എന്ന് പറയുകയാണ്. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, മക്കൾക്ക് നല്ല മാംഗല്യം ഉണ്ടാവാനും അച്ഛന്മാരങ്ങനെ അനുഗ്രഹിക്കല്ലേ എന്ന് പറയുമ്പോൾ ശരി, ദീർഘസുമംഗലി ആയിരിക്കട്ടെ, ദീർഘമാംഗല്യം ഉണ്ടാവട്ടെ എന്നൊക്കെ പ്രാർത്ഥിക്കാം കേട്ടോ, അനുഗ്രഹിക്കുകയാണ്. ഈ സമയത്ത് പറയുന്നുണ്ട്, എന്തായാലും മോള് തെറ്റൊക്കെ മനസ്സിലാക്കി തിരികെ വന്നല്ലോ എന്ന് പറയുകയാണ്. അപ്പോൾ പറയുന്നുണ്ട്, ഞാനങ്ങനെ തെറ്റ് മനസ്സിലാക്കി തിരികെ വന്നതല്ല അച്ഛ എന്ന് പറഞ്ഞിട്ട്, ഒരു മിനിറ്റ് ഞാൻ അച്ഛനൊരു സമ്മാനം തരാമെന്ന് പറഞ്ഞിട്ട് ആ 10 ലക്ഷത്തിൻ്റെ ഒരു ബാഗ് കൊണ്ടു കൊടുക്കുകയാണ്. ഇതാ അച്ഛൻ എനിക്കിട്ട വില എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അച്ഛന് ആകെ വിഷമം. അച്ഛൻ പറഞ്ഞു, മോളെ ഇത് അച്ഛൻ അറിഞ്ഞിട്ട് സംഭവിച്ചതല്ല എന്ന് പറയും. ശ്രീകാന്ത് പറയും, ഞാനും വർഷയും കൂടിയിട്ടാണ് അത് ചെയ്തതല്ല, അത് അച്ഛൻ അറിഞ്ഞിട്ടില്ലതെന്ന് പറയും കേട്ടോ. ഇത് കേൾക്കുമ്പോൾ വർഷയ്ക്ക് ഭയങ്കര സങ്കടമാണ്. സോറി അച്ഛ, സോറി, ഞാൻ അച്ഛനാണ് ഇത് ചെയ്തതെന്നാണ് വിചാരിച്ചത്, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അച്ഛനോട് ദേഷ്യപ്പെട്ടത്, സോറി അച്ഛാന്ന് പറയുമ്പോൾ അത് സാറില്ല മോളെ, ഏത് മക്കൾക്കായാലും അച്ഛന്മാരും മക്കൾക്ക് വിലയിട്ടെന്ന് പറഞ്ഞാൽ വിഷമാവൂലേ എന്ന് ചോദിക്കാൻ കേട്ടോ. എന്തായാലും മോളെ എല്ലാവരും തിരിച്ചറിഞ്ഞ് വന്നല്ലോ എന്ന് പറയുമ്പോൾ, ഇല്ല അച്ഛാ ഞാൻ അങ്ങനെ എല്ലാം തിരിച്ചറിഞ്ഞ് വന്നതൊന്നുമല്ല, ഞാൻ വിക്രം വന്ന് വിളിച്ചാൽ പോകുമെന്ന് പറഞ്ഞിട്ട് വേദ അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് വിക്രത്തിനെയാണ്. വിക്രത്തിൻ്റെ ഫോണിലേക്ക് രാജേട്ടൻ വിളിച്ചിട്ട് വേഗം തന്നെ വായു എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ആ ഫയലും കൊണ്ട് വന്നോളൂ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അങ്ങനെ വിക്രം വേഗം തന്നെ ആ ഒരു ഫയൽ നോക്കുകയാണ്. ഫയൽ നോക്കുമ്പോൾ ഫയൽ അവിടെ കാണുന്നില്ല, എല്ലായിടത്തും നോക്കും. ലാസ്റ്റ് ശ്രീജേടത്തിൻ്റെ അടുത്തേക്ക് വരികയാണ്. ശ്രീജേടത്തി, ഞാൻ അവിടെ ഒരു ഫയൽ വെച്ചിട്ടുണ്ടായിരുന്നു, അത് കണ്ടുവെന്ന് ചോദിക്കും. ഇല്ല, ഞാൻ അവിടേക്ക് വന്നിട്ടും കൂടിയില്ല, നന്ദിനി അടിച്ചു വരാൻ വരുന്നുണ്ടായിരുന്നു, ചിലപ്പോൾ നന്ദിനി അങ്ങനെ എടുത്ത് മാറ്റിയിട്ടുണ്ടാവും, നീ ഒന്ന് ചോദിച്ചു നോക്കാൻ പറയും. നന്ദിനി അടുത്തി എന്ന് പറഞ്ഞിട്ട് വരികയാണ്. അപ്പോൾ വിനായകനുണ്ട്, എൻ്റെ ഒരു ഫയൽ അവിടെ കാണുന്നില്ല, അത് എടുത്തു വെച്ചോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഞാനോ, നിൻ്റെ ഫയൽ എന്തിനാണ് ഞാൻ എടുത്തു വയ്ക്കുന്നത്? അപ്പോൾ അതൊന്നും എനിക്കറിയില്ല, ഞാൻ അപ്പോൾ മുറിയിലേക്ക് തപ്പാൻ പോവുകയാണ് കേട്ടോ. നീ എന്തിനാണ് അവിടേക്ക് പോകുന്നത്? കുന്തം പോയ കുടത്തിലും തപ്പണമെന്നല്ലേ? ഇങ്ങേരുടെ കുറേ ഫയലുകൾ ഉണ്ടല്ലോ, അതെങ്ങാനും എടുത്താണെന്ന് വിചാരിച്ചിട്ട് വെച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് അളമാരിയിൽ പോയി കഴിഞ്ഞിട്ട് കുറേ ഫയലുകളും കാര്യങ്ങളൊക്കെ എടുത്ത് തപ്പുകയാണ്. ഇനി തപ്പണ കൂട്ടത്തിൽ കുറച്ച് പേപ്പർ കിട്ടും. ആ പേപ്പർ ഇങ്ങനെ എടുത്ത് നോക്കണ സമയത്ത് അതിൻ്റെ ഉള്ളിൽ കുറേ പൈസകൾ ഇങ്ങനെ അടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതങ്ങനെ വീഴുമ്പോൾ വിക്രം ഇങ്ങനെ വിനായകനെ നോക്കുകയാണ്. അപ്പോൾ വിനായകനാണെന്നുണ്ട് ആകെ ചമ്മിയ പോലെ ഇങ്ങനെ നിൽക്കുകയാണ്. സമ്പാദ്യം അല്ലേ? ശരി, സമ്പാദ്യമൊക്കെ നല്ലതാണ്, പക്ഷേ ഇങ്ങനെ കൂട്ടി വയ്ക്കുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല. ഈ നോട്ടുകൾക്ക് ഒരു കടലാസിൻ്റെ വില പോലും ഇല്ലാത്ത ഒരു കാലം വരും എന്ന് പറഞ്ഞിട്ട് വിക്രം അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. ഈ സമയത്ത് വിനായകനാണെന്നുണ്ടെങ്കിൽ ആ പൈസ ഒക്കെ വാരി ഇങ്ങനെ എടുത്ത് കൂട്ടിപ്പിടിക്കുകയാണ് കേട്ടോ. അപ്പോൾ നിന്നോട് പൈസ ഇവിടെ വെക്കരുതെന്ന് പറഞ്ഞിട്ടില്ലേന്ന് ചോദിക്കുകയാണ് നന്ദിനിയോട്. അപ്പോൾ നന്ദിനി പറയും, അതിന് ഈ പൈസ ഏതാണ് എന്ന് ചോദിക്കട്ടോ. അത് പിന്നെ ആ വള വിറ്റ കാശ്. വിറ്റോ എന്ന് ചോദിക്കുകയാണ്. വിറ്റു, പതുക്കനെ പറയുമെന്ന് പറയട്ടോ. അയ്യോ, അത് വിറ്റോ? ഇനി എൻ്റെ കയ്യുമ്മിൽ എന്തിടും എന്ന് ചോദിക്കുകയാണ്. അത് വിറ്റു, അത് സാരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വിനായകൻ അവിടെ നിന്ന് പോകും. ഇതേ സമയം ദർശൻ്റെ അച്ഛനും അമ്മയും ദർശനും കൂടിയിട്ട് പിറന്നാളിന് വരികയാണ് കേട്ടോ വേദര വീട്ടിലേക്ക്. അപ്പോൾ വേദര കാര്യം തന്നെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അവൾ എന്തുകൊണ്ടായിരിക്കും തിരികെ വന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ലല്ലോ എന്നൊക്കെ അമ്മ പറയും. അപ്പോൾ പറയും, എന്തായാലും അവൾ തിരികെ വന്നില്ലേ എന്ന് പറയും. എന്നാലും അവൾ തിരികെ വന്നത് എന്തിൻ്റെ കാരണം കൊണ്ടാണെന്ന് അറിയണ്ടേ എന്നൊക്കെ ചോദിക്കുകയാണ്. അവൾ സ്വന്തം ഇഷ്ടപ്രകാരം പോയതല്ലേ, എന്തെങ്കിലും കാര്യമില്ലാണ്ട് അവൾ തിരികെ വരുമോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ദർശൻ പറയും, എന്തായാലും അമ്മ അവൾ തിരികെ വന്നില്ലേ എന്ന് പറയും. അപ്പോൾ അമ്മ പറയും, അതെ അവൾ തിരികെ വന്നെന്ന് വിചാരിച്ച് ഓടിക്കേറി കല്യാണം കഴിച്ചോളാം എന്നൊന്നും പറയണ്ട കേട്ടോ എന്ന് പറയാൻ കേട്ടോ അമ്മ. കാര്യം അവരുടെ മോൻ്റെ ഭാര്യയാണ് നമ്മുടെ മോള്, പക്ഷേ എന്ന് വെച്ചിട്ട് നമുക്ക് അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ല എന്ന് പറയാൻ കേട്ടോ. എനിക്കെന്തോ ഇതൊന്നും ദഹിക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ അച്ഛൻ വഴക്ക് പറയാൻ കേട്ടോ. നീ ദഹിക്കേണ്ട, നീ അവിടെ ഇരുന്നോ എന്നൊക്കെ പറയും. എന്തായാലും ഒരു കാര്യം ചെയ്യാം, 2ാം കെട്ടാണല്ലോ, അതുകൊണ്ട് തന്നെ ഓടിച്ചേറി വിവാഹം കഴിക്കാനൊന്നും പറയണ്ട, നമ്മളും കുറച്ച് കണ്ടീഷനുകളൊക്കെ പറയാലോ. അപ്പോൾ അച്ഛൻ പറയും, സ്വത്തിൻ്റെ കാര്യത്തിലായിരിക്കും, എന്താ സ്വത്ത് കിട്ടിയാൽ കഴിക്കുമോ എന്ന് അമ്മ ചോദിക്കുകയാണേ. അപ്പോൾ ദർശൻ പറഞ്ഞു, നിങ്ങൾ 2 പേരും ഒന്നും മിണ്ടാതിരിക്കുമോ, എന്തായാലും അവൾ
തിരികെ വന്നല്ലോ, അത് മാത്രം മതി എന്നൊക്കെ ദർശൻ പറയും കേട്ടോ. അപ്പോൾ അച്ഛനും ദർശനും വേദരായൊരു ഭാഗത്താണ് വേദന വിവാഹം കഴിക്കുക എന്നുള്ള രീതിയിൽ. പക്ഷെ അമ്മയ്ക്കാണെന്നുണ്ടെങ്കിൽ ഒട്ടും തന്നെ താല്പര്യമില്ല കേട്ടോ വേദന ഇങ്ങനെ വിവാഹം കഴിക്കാന്ന്. അപ്പോൾ അതമ്മ തുറന്ന് പറയുന്നുണ്ട്, എനിക്കെന്തോ അവളുടെ സ്വഭാവമൊന്നും പിടിക്കുന്നില്ല അങ്ങോട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയണം. അപ്പോൾ ദർശൻ പറയുന്നുണ്ട്, അമ്മേ അവിടെ ചെന്ന് വെറുതെ അമ്മ ആവശ്യമില്ലാത്തതൊന്നും പറയണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. ഇതിപ്പോൾ ഞാനാണ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞുണ്ടാക്കുന്നത്, അവളുടെ സ്വഭാവത്തിനനുസരിച്ചല്ലേ അവൾ സ്വന്തം ഇഷ്ടപ്രകാരം പോയി, ഇപ്പോൾ അതായത് സ്വന്തം ഇഷ്ടപ്രകാരം വന്നിരിക്കുന്നത്. ഇനി എന്തൊക്കെയാണ് അവളുടെ ഈ വരവിൻ്റെ പിന്നിലെ ഉദ്ദേശം എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്നൊക്കെ അമ്മയും പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് അവർ എല്ലാവരും കൂടിയിട്ട് വീട്ടിലേക്ക് എത്താണ്. അപ്പോൾ അമ്മയുടെ കയ്യിലും ദർശൻ്റെ കയ്യിലും അച്ഛന് കൊടുക്കാനായിട്ട് ഓരോ ഗിഫ്റ്റൊക്കെ ഉണ്ട്. അപ്പോൾ അച്ഛൻ പറഞ്ഞിട്ടേ, ഞാൻ പറഞ്ഞത് കേട്ടല്ലോ, നീ ഇനി വെറുതെ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത്. നിങ്ങളുടെ വർത്താനം കേട്ടാൽ തോന്നുകൂടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കണം ഞാനാണെന്ന് പറഞ്ഞിട്ട് അമ്മ അങ്ങനെ അകത്തേക്ക് കയറിപ്പോകും. അപ്പോൾ എല്ലാവരും കൂടി ഇരിക്കുകയാണ്. മുത്തശ്ശേരി അടുത്ത് കെടുക്കാണ് കേട്ടോ വേദ. അപ്പോൾ അവരെ കാണുമ്പോഴത്തേനും വർഷം ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്ന അമ്മയെന്നൊക്കെ പറഞ്ഞിട്ട്, അമ്മ കേക്ക് കട്ട് ചെയ്യുന്നതിന് മുമ്പ് വരുന്നതാണ് ഞാൻ കരുതിയതെന്നും പറയും. എന്തായാലും ഊണിന് മുമ്പ് എത്തിയല്ലോ എന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ്. ഈ സമയത്ത് ദർശനാണെന്നുണ്ടെങ്കിൽ വേദനെ തന്നെ നോക്കുകയാണ്. വേദന എന്നുണ്ടെങ്കിൽ ദർശൻ്റെ ആ ഒരു നോട്ടത്തിൽ നിന്ന് ഇങ്ങനെ തല കുമ്പിട്ട് നിൽക്കുന്നുണ്ട്. ദർശൻ ചോദിക്കുന്നുണ്ട്, സുഖാണോ വേദയെന്ന് ചോദിക്കും. അപ്പോൾ വേദ പറയും, സുഖാണ് എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം അപ്പോൾ അമ്മ പറയുന്നുണ്ട്, അവൾക്ക് എന്താണ് പ്രശ്നം, അവൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ബാക്കിയുള്ളവർക്കാണല്ലോ സമാധാനക്കേട് എന്ന് വർഷരമ്മ പറയും. അപ്പോൾ അച്ഛൻ പറയും, തുടങ്ങിയോ നീ വെറുതെ ആവശ്യമില്ലാത്തതൊന്നും പറയില്ലേ, എന്തായാലും വേദ എല്ലാതും മനസ്സിലാക്കി തിരികെ വന്നല്ലോ, അത് തന്നെ വലിയ കാര്യം, ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ തന്നെ തീരുമാനിക്കട്ടെ എന്നൊക്കെ പറയും. അപ്പോൾ വർഷ പറയുന്നുണ്ട്, എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് പോകാം, ഇവർ തമ്മിൽ സംസാരിച്ചോട്ടെ അല്ലേ എന്ന് പറയാനേ. അപ്പോൾ മുത്തശ്ശിക്കാണെന്നുണ്ടെങ്കിൽ വേദയുടെ അടുത്തൊന്നും പോകാൻ താല്പര്യമില്ല കേട്ടോ. അത് അതിന് വേദ ഒരു കാര്യം തുറന്നു പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറയും. അപ്പോൾ മുത്തശ്ശി ഒന്ന് വന്നേന്ന് പറഞ്ഞിട്ട് വർഷ മുത്തശ്ശിനെ വിളിച്ചു പോകുകയാണ്. അന്നേരം ദർശൻ പറയുന്നുണ്ട്, വാ വേദേ നമുക്ക് അവിടെ ഇരിക്കാം. ദർശൻ ഇരിക്കുക എന്ന് പറഞ്ഞിട്ട് വേദ ഇങ്ങനെ ഒഴിഞ്ഞു മറന്നതുപോലെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ഈ സമയത്താണെന്നുണ്ടെങ്കിൽ വർഷയും ദീപ്തിയും കൂടിയിട്ട് മുകളിൽ നിന്നിങ്ങനെ ഇവരുടെ സംസാരം ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദർശൻ പറയുന്നുണ്ട്, എന്നാലും വേദ ഞാൻ പറഞ്ഞൊരു കാര്യം മറന്നുപോയി, അത് അപ്പോൾ വേദയ്ക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ എന്തിനും ഞാൻ കൂടെ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ടായില്ലോ, അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം വന്നപ്പോൾ എന്നെ വിളിക്കായിരുന്നില്ലേ എന്ന് ചോദിക്കും. അപ്പോൾ എന്ത് കാര്യം എന്ന് ചോദിക്കും. ഞാൻ അറിഞ്ഞു വേദ എന്തിനാണ് ഇവിടുന്ന് പോകുന്നതെന്നൊക്കെ പറയുമ്പോൾ, അങ്ങനെ ഞാൻ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഉണ്ടായിട്ട് പോകുന്നതല്ല, എനിക്ക് അച്ഛൻ്റെ പിറന്നാൾ കൂടണമായിരുന്നു, പിന്നെ അച്ഛനൊരു ഗിഫ്റ്റും കൊടുക്കാനുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പോകുന്നത്. ഞാൻ തിരികെ പോവുക തന്നെ ചെയ്യും. ഞാൻ ഇവിടുന്ന് പോയ അതേ വേദ തന്നെയാണ്. വിക്രം എന്നെ വന്ന് വിളിക്കും. വിക്രം എന്നെ വന്ന് വിളിച്ചാൽ അപ്പോൾ ആ സമയത്ത് തന്നെ ഞാൻ വിക്രത്തിൻ്റെ കൂടെ പോകുമെന്ന് പറയും കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റെന്തെങ്കിലും സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കും കേട്ടോ. ദർശനാണെന്നുണ്ടെങ്കിൽ ആ ഗിഫ്റ്റും പിടിച്ചിങ്ങനെ വിഷമത്തോടു കൂടി ഇരിക്കുകയാണ്. അപ്പോൾ വിക്രം ഇങ്ങനെ ആ ഫയൽ എന്ത് കാണാത്തതിൻ്റെ ഒരു വിഷമത്തിലാണ്. അപ്പോൾ രാജേട്ടൻ വിളിച്ചിട്ട് വീണ്ടും പറയുകയാണ്, നീ വേഗം വായോ, പിന്നെ ആ ഫയലിൽ നിന്ന് ഒരു കോപ്പി എടുത്തിട്ട് വില്ലേജ് ഓഫീസിൽ കൊണ്ടു കൊടുക്കണം, താലൂക്ക് ഓഫീസിൽ കൊണ്ടു കൊടുക്കണം എന്നൊക്കെ പറയുകയാണ്. വേഗം തന്നെ വാ, പിന്നെ നീ വരുമ്പോൾ നിൻ്റെ ഭാര്യനെയും കൂട്ടൂലെന്ന് പറഞ്ഞിട്ടോ, താനൊന്ന് വെച്ചിട്ട് പോയടോ എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ കട്ട് ചെയ്യുകയാണ്. അപ്പോൾ ശ്രീനിവാസ സാറ് വിളിച്ചിട്ട് പോലും വിക്രം ഫോൺ എടുക്കുന്നില്ല കേട്ടോ. വിക്രത്തിന് പേടിയായിട്ട്, എന്നാൽ ആ ഫയൽ എവിടെ പോയിരിക്കും, ഞാനിനി അത് അവിടെ തന്ന് അന്വേഷിക്കും എന്നൊക്കെ ആലോചിച്ച് ടെൻഷൻ അടിച്ച് വിക്രം ഇരിക്കുകയാണ്. ഈ സമയത്താണ് അവിടേക്ക് നന്ദിനി വരുന്നത്. എടാ വിക്രം എന്ന് പറയുകയാണ്. എന്താ കാര്യം എന്ന് ചോദിക്കും. അതെ, നീ ഒരു നീല ഫയലാണോ കാണാതായത്? അതെ എന്ന് പറഞ്ഞിട്ട് വിക്രം ചാടി ഇരുന്നിക്കാണ് കേട്ടോ. അപ്പോൾ നന്ദിനി പറയും, അതെ, അന്ന് നീ ആ ഫയൽ കൊണ്ടുവച്ചന്ന് അത് വേദം എടുത്ത് നോക്കുന്നത് ഞാൻ കണ്ടു എന്ന് പറയും കേട്ടോ. അപ്പോൾ വിക്രം പറയും, എന്നിട്ട് ഏട്ടത്തി അന്ന് തന്നെ പറയാത്തത്, ഇനിയിപ്പം ഞാൻ എന്തെങ്കിലും പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കിയെന്ന് വേണ്ട എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ പിന്നെ പറയും, അതെ, അവളത് നോക്കിയെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ, അല്ലാതെ അത് അവൾ എടുത്തൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് നന്ദിനി പോകും. പിന്നീട് വർഷയും ദീപ്തിയും കൂടി ഇങ്ങനെ പറയുകയാണ്, എന്തായാലും ദർശേട്ടൻ ചേച്ചിന് വിവാഹം കഴിക്കുമ്പോൾ രണ്ടാം വിവാഹമല്ലേ, അപ്പോൾ ഡിവോഴ്സ് ചെയ്യേണ്ടതെന്ന് പറയും. അപ്പോൾ വർഷ പറഞ്ഞു, അത് കോടതിയിൽ വേഗം തന്നെ കിട്ടും, കാരണം നിർബന്ധിച്ച് വിവാഹം കഴിച്ചതല്ലേ, അതുകൊണ്ട് ഡിവോഴ്സ് വേഗം തന്നെ കിട്ടും, പക്ഷേ വേദ കൂടെ അതിന് സമ്മതിക്കണമെന്ന് മാത്രം. അപ്പോൾ ദീപ്തി പറയണം, മനസ്സിലിങ്ങനെ പറയാൻ കേട്ടോ, അതെന്തായാലും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് ദീപ്തി ഇങ്ങനെ മനസ്സിൽ പറയുകയും ചെയ്യും. ഇതേ സമയം വേദയുടെ ഫോണിലേക്ക് വിക്രം വിളിക്കുകയാണ്. എന്നിട്ട് പറയും, എടി ആ ഡോക്യുമെൻ്റ് എവിടെ വേതാളം എന്ന് ചോദിക്കുകയാണ് കേട്ടോ. ഡോക്യുമെൻറ്റോ, നിങ്ങൾ ആരാ എന്ന് ചോദിക്കട്ടോ. എൻ്റെ നമ്പർ നിൻ്റെ ഇല്ലേ, എന്നെ മനസ്സിലായില്ലേ നിനക്കെന്നൊക്കെ ചോദിക്കട്ടോ. എനിക്ക് മനസ്സിലായല്ലോ, സാറിൻ്റെ ശബ്ദം ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടെന്ന് പറയട്ടോ. അപ്പോൾ അഭിനയിക്കേണ്ട കേട്ടോ, അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് ഓസ്കാർ അവാർഡൊന്നും കിട്ടൂല എന്ന് പറയട്ടോ.
അപ്പോൾ വേദയാണെന്നുണ്ടെങ്കിൽ ദർശൻ നോക്കിയിട്ട് ദർശൻ 1 മിനിറ്റ് ഇട്ടാന്ന് പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷത്തോടു കൂടിയിട്ട് വിക്രം വിക്രത്തിൻ്റെ സംസാരിക്കാൻ വേണ്ടി വേഗം മുകളിലേക്ക് കയറി പോവുകയാണ്. ദർശനാണെന്നുണ്ടെങ്കിൽ ഒരുപാട് വിഷമത്തോടു കൂടി ഇരിക്കുന്നത് കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്.